നമസ്കാരം. പ്രായമാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? ആരോടും കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കണം. മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കും കൃത്യമായി മാസാമാസം നമ്മുടെ കയ്യിൽ പൈസ വരണമെന്ന്, അല്ലേ? ചിട്ടി കമ്പനികളിലോ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളിലോ പണം ഇട്ട് കഴിഞ്ഞാൽ അത് പൂട്ടിപ്പോകുമെന്നുള്ള പേടിയിൽ ജീവിക്കുന്ന എത്രയോ പ്രായമായവർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ 100% സുരക്ഷിതത്വത്തിൽ ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ തരുന്ന ഒരു പദ്ധതിയുണ്ട്. പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ SCSS. യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്ഷങ്ങളുടെ വലിയ വലിയ കണക്കല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്കീമിനെ കുറിച്ചാണ്. എല്ലാ കാൽക്കുലേഷനുകളും ടാക്സ് ആനുകൂല്യങ്ങളും ഈ 10 മിനിറ്റിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ നിങ്ങൾ റിട്ടയർ ചെയ്തവരാണോ, അതോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ റിട്ടയർമെന്റ് പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ 2026 കേന്ദ്ര സർക്കാർ തരുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം ഞാൻ വളരെ ലളിതമായി ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. കാരണം അവസാനം ഒരു 1 ലക്ഷം രൂപ വരെ ടാക്സ് ലാഭിക്കാനുള്ള ഒരു രഹസ്യവും ഞാൻ പറയുന്നുണ്ട്. സോ വെൽക്കം ടു അനദർ വീഡിയോ ബോസ്ബാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജന. അപ്പോൾ ഞാൻ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് അതുപോലെ സ്കീംസ് ഒക്കെയാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, ആരൊക്കെയാണ് യോഗ്യർ എന്ന് നോക്കാം. ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന 100% സുരക്ഷിതമായ ഒരു നിക്ഷേപ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിന് യാതൊരുവിധ റിസ്ക്കും ഇല്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ട് മറ്റെന്തെങ്കിലും മാർക്കറ്റിൽ ഡയറക്ട്ലി ഇടുന്ന സമയത്ത് ഒരുപാട് റിസ്ക് എലമെന്റ്സ് വരും. സോ ഇവിടെ അതൊന്നുമില്ല. ഇനി ആർക്കൊക്കെ ഇതിൽ ചേരാം? 60 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ VRS വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണെങ്കിൽ 55 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കും ഇതിൽ ചേരാവുന്നതാണ്. പക്ഷേ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടി 3 മാസത്തിനുള്ളിൽ തന്നെ നിക്ഷേപിക്കണമെന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ചേർന്നോ ഒരു ജോയിന്റ് അക്കൗണ്ട് ആയിട്ടും ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതായത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറയുന്നത് നിങ്ങളൊരു വലിയൊരു ബൾക്ക് എമൗണ്ട് ഇടുക, എന്നിട്ട് 3 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇൻട്രസ്റ്റ് വാങ്ങാം. ആൻഡ് നിങ്ങൾ ഇടുന്ന ആ പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ സേഫ് ആയിരിക്കും. പിന്നെ നല്ല ഹൈയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഏറ്റവും കുറഞ്ഞത് എത്ര രൂപ നിക്ഷേപിക്കാൻ നോക്കിയാലോ? വെറും 1000 രൂപ മുതൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് തുടങ്ങാം. 30 ലക്ഷം രൂപ വരെ ഒരാൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഈ സ്കീമിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നിലവിൽ 8.2% പലിശയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് നൽകുന്നത്. ബാങ്ക് FDകളേക്കാളൊക്കെ എത്ര മുകളിലാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇനി ഈ പലിശ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ 3 മാസം കൂടുമ്പോഴും പലിശ കൃത്യമായിട്ട് ആ തുക നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരും. അതായത് എല്ലാ വർഷവും April 1, July 1, October 1, January 1 എന്നീ തീയതികളിൽ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും. സോ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൈസ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൽക്കുലേഷൻസ് പറയുന്നുണ്ടെന്ന്. അതായത് നമ്മൾ ഇത്ര രൂപ ഇട്ടാൽ ഇത്ര രൂപ പലിശ കിട്ടും എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇനി കണ്ടിട്ട് വരാം. അപ്പൊ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിങ്ങൾ 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, നമ്മൾ 5 ലക്ഷം രൂപയാണ് ടോട്ടൽ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ബൾക്ക് എമൗണ്ട്, അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 മാസം കൊണ്ട് ആഫ്റ്റർ 3 months നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയെന്നറിയോ? 10,250 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. 5 ലക്ഷം രൂപയ്ക്ക് 3 മാസം കഴിഞ്ഞാൽ 10,250 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 3 മാസം കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു വർഷത്തിൽ 4 തവണയായിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് വാങ്ങാനുണ്ടാവും. സോ ടോട്ടൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 41,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് 5 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻട്രസ്റ്റ് വാങ്ങി ഇത് 5 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾ വാങ്ങുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,05,000 രൂപയാണ്. ഓക്കെ, 5 ലക്ഷം രൂപയാണ് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പൈസ എങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. 3 മാസം കഴിയുമ്പോൾ 10,250 രൂപയും ഒരു വർഷം കഴിയുമ്പോൾ അത് 41,000 രൂപയും. എന്നാൽ 5 വർഷത്തേക്ക് നമുക്ക് നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒപ്പം ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 5 lakhs എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് അവിടെ ലോക്ക്ഡോ ആയിരിക്കും. ഇതൊരു പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ഇതേ കാൽക്കുലേഷൻ നമുക്കൊന്ന് 10 lakhs നോക്കിയാലോ? 10 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് എങ്കിൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20,500 രൂപയാണ് നിങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത്. ഇതേ ഇൻട്രസ്റ്റ് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് അത് 82,000 രൂപയാവുകയാണ്. ആൻഡ് 5 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് 4,10,000 രൂപയാവുകയാണ്.
സോ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഡെയിലി ആവശ്യങ്ങൾക്ക് ചിലവുകൾക്ക് ഈ ഒരു പൈസ നമുക്ക് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, അതിലൂടെ നമുക്കത് ചെയ്യാനും സാധിക്കും. എന്നാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയ 10 lakhs സേഫ് ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഏറ്റവും മാക്സിമം എമൗണ്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് 30 ലക്ഷമാണ്. 30 lakhs ആണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 30 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 61,500 രൂപയാണ്. അതായത് മാസ വരുമാനമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 20,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി പോസ്റ്റ് ഓഫീസ് തരും. ആൻഡ് 5 വർഷം കൊണ്ട് നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്നത് 12,30,000 രൂപയാണ്. അതൊരു ചെറിയ പൈസയല്ല. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ സേഫുമാണ്. എന്നാൽ നിങ്ങൾ 5 വർഷം കൊണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് 5 വർഷം കൊണ്ട് വാങ്ങുന്നത് 12,30,000 ആണ്. അപ്പോൾ ഇതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൻ്റെ ആ ഒരു കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം അധികം പൈസയൊന്നുമില്ല, നമ്മൾ 5 ലക്ഷം രൂപയെ കയ്യിലുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി 2 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നല്ല എമൗണ്ട് ഉണ്ട് കയ്യിൽ, നമ്മൾ റിട്ടയർമെൻറ്റ് നമുക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ വരെ അതും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻസ് ഞാൻ ഓരോ സിനാറിയോ എടുത്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ടാക്സ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. യെസ്, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സ് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. സോ നിങ്ങൾ പഴയ ടാക്സ് റെജിമാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കും. അതായത് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നിങ്ങൾ യാതൊരുവിധ ടാക്സ് എമൗണ്ടും കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന പലിശ വരുമാനം വർഷത്തിൽ 50,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് അതിൽ നിന്നും TDS കട്ട് ചെയ്യും. സോ ഇത് ഒഴിവാക്കാനുള്ളൊരു എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു രഹസ്യ വഴിയുണ്ടെന്ന്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആകെ വരുമാനം ടാക്സ് പരിധിക്ക് താഴെയാണെങ്കിൽ എല്ലാ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലും പോസ്റ്റ് ഓഫീസിൽ ഫോം 15H പൂരിപ്പിച്ച് നൽകിയാൽ മതി. സോ അങ്ങനെ ചെയ്താൽ 1 രൂപ പോലും പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ പലിശയിൽ നിന്ന് ടാക്സ് ആയിട്ട് കട്ട് ചെയ്യില്ല. ആ ഫോം 15H ഇപ്പം മാറിയിട്ട് പുതിയൊരു ഫോം, അതായത് ഫോം 121 ആയിട്ട് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മുൻപ് ഫോം 15H ഫോം 15G ആയിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഫോം 121 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ. 5 വർഷം കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ സ്കീം തുടരണമെന്നുണ്ടെങ്കിൽ കാലാവധി കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 3 വർഷത്തേക്ക് കൂടി ഇത് നീട്ടാൻ സാധിക്കും. അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ 5 വർഷത്തിന് മുൻപ് തന്നെ പണം പിൻവലിക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും ചെറിയൊരു പെനാൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ പ്രീ വിഡ്രോ ചെയ്യാണല്ലോ അതിന്റെ. അപ്പോൾ അതുകൊണ്ട് പരമാവധി 5 വർഷം തന്നെ നിങ്ങൾ പൈസ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രായമായവർക്ക് ഒരു മാന്യമായ മാസ വരുമാനം, ഒപ്പം പണത്തിന് പൂർണ്ണ സുരക്ഷിതത്വവും തരുന്ന ഇതിലും മികച്ചൊരു കേന്ദ്ര സർക്കാർ പദ്ധതി വേറെ ഇല്ല. സോ നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലുള്ള സീനിയർ സിറ്റിസണിന് ഈ വിവരം വലിയൊരു ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർക്കായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ സാമ്പത്തിക വിവരങ്ങൾ അറിഞ്ഞിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.